ഞാൻ ആ ഓയിൽ ഉപയോഗിച്ചിട്ട് എനിക്ക് ആ ബൈക്ക് അത്രത്തോളം നല്ലൊരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഡെലിവറി എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. എഞ്ചിൻ പെട്ടെന്ന് തന്നെ ഒരു ഹാർഷ് ഫീലിലോട്ട് പോകുന്നുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു സ്മൂത്ത് ഫീൽ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ആ ഒരു ഓയിൽ മാറ്റി കളഞ്ഞത്. മാത്രമല്ല, ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് കാര്യം ഏകദേശം 5000 കിലോമീറ്റർ റേഞ്ചിലാണ് ഞാൻ ആ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എമലൂബാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം പോയ ഒരു 2000 കിലോമീറ്റർ. ആ ഒരു 2000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ ഉറപ്പായിട്ട് എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിന്റെ ലൈഫ് സ്പാൻ അത് നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. ഒരു 1,00,000 പോകേണ്ട കിലോമീറ്റർ, ഒരു 1,00,000 പോകേണ്ട എഞ്ചിൻ ഒരു 70,000 ആകുമ്പോൾ തന്നെ പല പണികളും വന്നു തുടങ്ങും. അപ്പോൾ നിങ്ങൾ എമലൂബാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു 2000 കിലോമീറ്റർ റേഞ്ചിൽ ആ ഒരു എഞ്ചിൻ ഓയിൽ നിങ്ങൾ റീപ്ലേസ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ അത് എഞ്ചിനെ നല്ല കാര്യമായിട്ട് അത് അഫക്ട് ചെയ്യും. അപ്പോൾ എനിക്കും അത് അറിഞ്ഞുകൂടായിരുന്നു. വണ്ടിയുടെ സമയത്ത് എമലൂബ് തന്നെയാണ് ഏകദേശം ഒരു 5000 കിലോമീറ്റർ റേഞ്ചിൽ ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ കറക്റ്റ് ആ ഒരു രീതിയിൽ ഓയിൽ മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ നല്ല രീതിയിൽ പണിയാവും. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. എനിക്ക് പേഴ്സണലി എമലൂബ് യൂസ് ചെയ്തിട്ട് ബൈക്ക് അത്രത്തോളം നല്ലൊരു പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത് മാറ്റിയത്. എപ്പോഴും നമ്മുടെ ബൈക്കിൽ എപ്പോഴും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. സോ ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് ഓയിലിലോട്ട് പോയതാണ്.